നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ഏറ്റവും വലിയ ശത്രു ആരാണ്? പിശാചാണ്. അന്ന് അങ്ങനെ പറയുന്നത്. അതായത് ഇപ്പോൾ ഇത് രോഗം വരുന്നു, നമുക്ക് അതിനെ ശത്രുവായിട്ട് കാണാം. എൻ്റെ ആരോഗ്യത്തിന് ശത്രുവാണ് എൻ്റെ രോഗം, ശരിയാണോ? എൻ്റെ നല്ല ജീവിതത്തിൻ്റെ ഒരു ശത്രുവാണ് എൻ്റെ കടം. എൻ്റെ നല്ല ജീവിതത്തിൻ്റെ ഒരു ശത്രുവാണ് എനിക്കെതിരെ വരുന്ന ദുരാരോപണങ്ങൾ. ഇതെല്ലാം എൻ്റെ ശത്രുക്കളാണ്. പക്ഷെ നോക്ക്, ഈ കടത്തെയും ഈ രോഗത്തെയും ഈ ദുരാരോപണത്തെയും പിശാചിന് ഒരായുധമാക്കി മാറ്റി നിന്നെ തകർക്കാൻ പറ്റും. പിടിയിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം മണ്ടേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പിശാചിന്റെ ഏറ്റവും വലിയ മൂർച്ചയേറിയ എന്നാൽ രഹസ്യമായ ഒരു ആയുധമാണ് നിരാശ. കടം വരാം, രോഗം വരാം, സങ്കടം വരാം, പരാജയം വരാം. പക്ഷേ ഈ കടത്തെയും രോഗത്തെയും പരാജയത്തെയും സങ്കടത്തെയും എല്ലാം നിരാശ എന്ന ഒരു മരുന്ന് കുത്തിക്കയറ്റി പിശാച് നമുക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റും. നമ്മൾ തളരും. നിങ്ങൾ ഈ വചനം കേട്ടോണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ധൈര്യം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ നിരാശ പിശാച് കൊണ്ട് തന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, എത്ര വലിയ മനുഷ്യനും പെട്ടെന്ന് ഡൗണായി പോകും. ശരിയാണോ? പരാജയമില്ലാത്തവരില്ല, കടങ്ങളില്ലാത്തവരില്ല, രോഗങ്ങളില്ലാത്തവരില്ല. പക്ഷെ ഇതിനെല്ലാം തിന്മ നമുക്കെതിരെയുള്ള ആയുധങ്ങളാക്കി മാറ്റും. ആ തിന്മയെ ചെറുക്കണമെങ്കിൽ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ധീരമായി പൊരുതാൻ പറ്റും. ഈ ശത്രുവിനെയും ചവിട്ടി മെതിക്കുന്നത് ആരാണ്? കർത്താവ്. നമ്മൾ കൂടെ നിന്നാൽ നമ്മുടെ ശത്രുക്കളെ കർത്താവ് ചവിട്ടി മെതിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ.